വൈകിട്ട് 3 മണിയോടെയാണ് സിറ്റി ആനയിടുക്കിൽ പുലിയെ നാട്ടുകാർ ആദ്യം കണ്ടത്. ആളും ബഹളവും കൂടിയതോടെ പരിഭ്രാന്തിയിലായ പുലി കസാനക്കോട്ടയിലെ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലൊളിച്ചു. ഇതിനിടെ 3 പേർ പുലിയുടെ ആക്രമണത്തിനിരയായി. കാട്ടിലൊളിച്ച പുലിയെ തേടി നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ചാടിയിറങ്ങിയ പുലിയുടെ ആക്രമണത്തിൽ നിന്നും പാപ്പിൽശ്ശേരിയിലെ മഫീദ് രക്ഷപ്പെട്ടത് തലനാരിഴക്കായിരുന്നു. ഇതോടെ ജില്ലാ കളക്ടർ പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിലും ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് പിന്നെയും ബുദ്ധിമുട്ടി. രാത്രി 9 മണിയോടെ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം എത്തിയതോടെ പുലിവേട്ട ഊർജിതമായി. 1 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ സംഘം സാഹസികമായി പുലിയെ വെടിവെച്ച് വീഴ്ത്തിയതോടെ നഗരത്തിന്റെ ആശങ്ക ആഹ്ലാദത്തിന് വഴിമാറി. ഇത് ഹൈ റിസ്ക് ആണ്. ആനിമൽ വളരെ ക്ലോസ് ആയിരുന്നു. നമുക്ക് ഡാറ്റ് ചെയ്യാൻ പറ്റാത്തത്. പിടിയിലായ ആൺപുലിക്ക് 8 വർഷം പ്രായമുണ്ട്. മയക്കുവെടിയുടെ ആലസ്യം മാറിയതോടെ പുലി ഊർജ്ജസ്വലനായി. രാത്രി 12 മണിയോടെ കണ്ണൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിച്ച പുലിയുടെ ആരോഗ്യസ്ഥിതി അധികൃതർ പരിശോധിച്ചു. എങ്കിലും തിരക്കേറിയ ജനവാസ കേന്ദ്രത്തിൽ പുലിയെത്തിയത് എങ്ങനെയെന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത കൈവന്നിട്ടില്ല. ഭയാശങ്കകൾക്കൊടുവിൽ പുലിയെ നേരിൽ കാണാനായതിന്റെ ആവേശത്തിലായിരുന്നു കണ്ണൂരിലെ നാട്ടുകാർ. ക്യാമറാമാൻമാരായ ഷാജു ചന്തപ്പുരയ്ക്കും ജിതേഷിനുമൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.